IS-മായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇതുവരെ പിടിയിലായവരിൽ ഒരാൾ ഒഴികെയുള്ളവർ TP അബ്ദുള്ള കോയ മദനി നേതൃത്വം നൽകുന്ന മുജാഹിദ് ഗ്രൂപ്പുമായി ബന്ധമുള്ളവരാണ്. ഔദ്യോഗിക വിഭാഗം മുജാഹിദുകളുടെ നിയന്ത്രണത്തിലുള്ള പീസ് ഇന്റർനാഷണൽ സ്കൂളിനെതിരെ മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചതിന് പോലീസ് കേസെടുക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് പ്രശ്നത്തിൽ രാഷ്ട്രീയ പിന്തുണ തേടി മുജാഹിദ് നേതൃത്വം മുസ്ലിം ലീഗിനെ സമീപിച്ചത്. IS വിഷയത്തിൽ മുജാഹിദുകൾക്ക് പ്രതിരോധം തീർക്കാൻ വിവിധ മുസ്ലിം സംഘടനകളുടെ യോഗം മുസ്ലിം ലീഗ് വിളിച്ചെങ്കിലും സമസ്തയുടെ എതിർപ്പ് മൂലം നടന്നില്ല. IS-നും സലഫിസത്തിനുമെതിരെ സംഘടന ക്യാമ്പയിൻ നടത്തുന്ന സാഹചര്യത്തിൽ മുജാഹിദുകളെ പിന്തുണയ്ക്കാനാവില്ലെന്നാണ് സമസ്തയുടെ നിലപാട്. സലഫി ആശയം പിന്തുടരുന്ന ലീഗ് നേതാക്കളായ KM ഷാജി, MK മുനീർ എന്നിവർ മുജാഹിദുകളെ പിന്തുണയ്ക്കണമെന്ന ശക്തമായ നിലപാടിലാണ്. എന്നാൽ സമസ്തയെ പിണക്കി മുജാഹിദുകളെ പ്രതിരോധിക്കേണ്ട ആവശ്യമില്ലെന്ന നിലപാടാണ് പാർട്ടിയിൽ മറ്റൊരു വിഭാഗത്തിനുള്ളത്. സംസ്ഥാന പോലീസിന്റെയും NIA-യുടെയും IS വിരുദ്ധ നടപടികൾ മുസ്ലിം വേട്ടയായി മാറിയെന്നാരോപിച്ച് മുജാഹിദ് ഗ്രൂപ്പുകൾ രംഗത്തു വന്ന സാഹചര്യത്തിൽ വിഷയം UDF ഏറ്റെടുക്കണമെന്ന ആവശ്യം ഉന്നയിക്കാനാണ് മുസ്ലിം ലീഗിൽ ആലോചന നടക്കുന്നത്. അതിനിടെ സലഫിസത്തെ പിന്തുണച്ച് KM ഷാജി എഴുതിയ ലേഖനത്തെ വിമർശിച്ച് സമസ്ത നേതാവ് മുസ്തഫ മുണ്ടുപാറ രംഗത്തെത്തി. ഷാജി വഹാബിസത്തിന് വിധേയമായെന്നും സലഫിസത്തെ വെള്ളപൂശാനുള്ള ഷാജിയുടെ ശ്രമം യാഥാർത്ഥ്യബോധമില്ലാത്തതാണെന്നും മുസ്തഫ മുണ്ടുപാറ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശിച്ചു. മീഡിയ 1 കോഴിക്കോട്.